ഒരേ ഒരു ബട്ടൺ, വെറും ഒരു ബട്ടൺ അമർത്തുന്നതോടെ ലോക ഭൂപടം മുഴുവൻ മാറിപ്പോകും. കൂടാതെ അമേരിക്കയ്ക്ക് അത്തരമൊന്നും മാത്രമല്ല, 8 വ്യത്യസ്ത വഴികളുണ്ട് തന്റെ ശത്രുക്കളെ മണ്ണിൽ കലക്കാൻ. ഇന്ന് നമ്മൾ സംസാരിക്കാം ആ ആയുധങ്ങളെക്കുറിച്ച്. അവയെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജനറലുകൾ പോലും കണ്ട് തലകുനിക്കും. ഇവ അത്തരം ആയുധങ്ങൾ. അവയാൽ റഷ്യ, ചൈന പോലുള്ള മഹാശക്തികൾ പോലും അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ മുൻപ് 100 തവണ ആലോചിക്കും. അതിനാൽ ഇരിക്കൂ, കാരണം 8ാമത്തെ ആയുധം കേട്ടയുടൻ നിങ്ങളുടെ രോമങ്ങൾ നിവർന്നു നിൽക്കും. തുടങ്ങാം ആ വസ്തുവിൽ നിന്ന്. അതിനെ റഡാറിൽ കാണുന്നത് ദൂരമാണ്, കണ്ണുകൊണ്ടുപോലും ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. B-2 സ്റ്റെൽത്ത് ബോംബർ. ഇത് ഒരു മാന്ത്രികം. ആകാശത്ത് പറക്കുന്നു. $1 ബില്യൺ മൂല്യമുള്ള ഒരു പറക്കുന്ന ചിറക്. ഏത് രാജ്യത്തിന്റെ എയർ സ്പേസിലും ആർക്കും അറിയാതെ അകത്ത് കടക്കാം. ഈ ബോംബറിൽ 60,000 പൗണ്ട് ആയുധങ്ങൾ നിറയ്ക്കാം. ആണവ ബോംബുകളിൽ നിന്ന് 30,000 പൗണ്ട് ബങ്കർ ബസ്റ്റർ വരെ. ജൂൺ 2025 B-2 ഇറാൻ ഫോർഡോ ആണവ സ്ഥാവരത്തിൽ നേരിട്ട് ആക്രമണം നടത്തി. ആ സ്ഥലം ഭൂമിക്കടിയിൽ ആയിരക്കണക്കിനടി ആഴത്തിലാണ്, അഭേദ്യമായി കരുതപ്പെട്ടത്. B-2 ഒറ്റ രാത്രിയിൽ അതിനെ നശിപ്പിച്ചു. ശത്രുവിന് രാവിലെ പത്രത്തിൽ വായിച്ചറിഞ്ഞു രാത്രി എന്താണ് നടന്നത്. ഈ ബോംബർ ഒരു കാര്യം പഠിപ്പിക്കുന്നു: അമേരിക്ക ശത്രു ആകാശത്തിലും എപ്പോഴും സുരക്ഷിതമായിരിക്കില്ല. പക്ഷേ നിർത്തൂ, ഇനിയും ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ബാക്കിയുണ്ട്. GBU-43B. പേര് കേട്ടാൽ ടെക്നിക്കലായി തോന്നും, പക്ഷേ ലോകം ഇതിനെ ഒരേ പേരിൽ അറിയുന്നു: മദർ ഓഫ് ഓൾ ബോംബ്സ്, MOAB. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ നോൺ ആണവ ബോംബാണ്. ഇതിന്റെ വിസ്ഫോടനം അത്ര ഭയങ്കരമാണ്, കിലോമീറ്ററുകൾ വരെ വെറും പുക, നിശബ്ദത മാത്രമേ അവശേഷിക്കൂ. 2017 അഫ്ഗാനിസ്ഥാനിൽ ഇത് ഭൂഗർഭ സുരംഗ നെറ്റ്വർക്കിന് മുകളിൽ വീശിയപ്പോൾ ഒറ്റ ആക്രമണത്തിൽ മുഴുവൻ നെറ്റ്വർക്കും, പ്ലാനും തയ്യാറെടുപ്പും എല്ലാം ചാരമായി. വിസ്ഫോടന ശബ്ദം അത്ര ഭീകരമായിരുന്നു, അടുത്ത ഗ്രാമവാസികൾ ഭയന്ന് വീടുകളിൽ നിന്നോടി. ഏറ്റവും ഭയങ്കരമായ കാര്യം എന്തെന്നാൽ MOAB വെറും മുന്നറിയിപ്പ് മാത്രമാണ്. അമേരിക്കയ്ക്ക് ഇതിനേക്കാൾ വലുതും ഇതിനേക്കാൾ അപകടകരമായ നിധിയുണ്ട്. ആ നിധി അടുത്ത ഭാഗം കടലിന്റെ ഇരുട്ടാഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. കടലിന്റെ ആഴങ്ങളിൽ സൂര്യപ്രകാശം പോലും എത്താത്ത സ്ഥലത്ത്. അവിടെ അമേരിക്ക 12 ഓഹിയോ ക്ലാസ് ആണവ സബ്മറീനുകൾ നിശബ്ദമായി ഗസ്റ്റ് ചെയ്യുന്നു. ഓരോ സബ്മറീനിലും 24 ട്രൈഡൻ 2 D5 മിസൈലുകളുണ്ട്. ഒരു ട്രൈഡൻ മിസൈൽ 130 കിലോമീറ്റർ ദൂരത്തിൽ 30 മിനിറ്റിൽ താഴെ ഏത് നഗരത്തെയും ലക്ഷ്യമാക്കാം. പക്ഷേ ഈ ആയുധത്തെ യഥാർത്ഥത്തിൽ ഭയങ്കരമാക്കുന്നത് സെക്കൻഡ് സ്ട്രൈക്ക് കഴിവ്. അതായത് ഏത് രാജ്യവും അമേരിക്കയ്ക്ക് ആദ്യ ആണവാക്രമണം നടത്തിയാലും ഈ സബ്മറീനുകൾ സുരക്ഷിതമായിരിക്കും, മുഴുവൻ ശക്തിയോടെ പ്രത്യുത്തരം നൽകാൻ തയ്യാറായിരിക്കും. ശത്രു ആദ്യം ആക്രമിച്ചാലും പിന്നീട് ആക്രമിച്ചാലും ഫലം ഒന്നേ. ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തു വന്ന് ഭൂമിക്കകത്തേക്ക് പോകാം. അവിടെ മറ്റൊരു ഖയാമത്ത് മറഞ്ഞിരിക്കുന്നു. ഭൂമിക്കകത്ത് അമേരിക്ക 450-ലധികം മിനിറ്റ്മാൻ 3 മിസൈലുകൾ സൈലോകളിൽ മറച്ചിരിക്കുന്നു. ഇവ ICBM-കളാണ്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ. ഒരു പ്രസിഡന്റിന്റെ ഉത്തരവ് വന്നയുടൻ 5 മിനിറ്റിനുള്ളിൽ ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടും. ഏത് ഭൂഖണ്ഡത്തിലും എത്താം. 5 മിനിറ്റ്, ഇതാണ് ലോകത്തിലെ ഏത് ശത്രുവിനും ആലോചിക്കാനുള്ള സമയം. ഇപ്പോൾ ഈ പഴയ മോഡൽ മാറ്റപ്പെടുന്നു. LGM-35A സെന്റിനൽ ഇതിന് $1 ട്രില്യൺ നിക്ഷേപം ചെയ്യുന്നു. $1 ട്രില്യൺ വെറും മിസൈലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ മാത്രം. ഇപ്പോൾ ആലോചിക്കൂ, ഒരു രാജ്യം ഇത്ര നിക്ഷേപം ചെയ്താൽ അത് എത്ര ഗൗരവമുള്ള നിരോധനം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനിയും വരുന്നത് ഏറ്റവും രോമാഞ്ചകരമായത് മാത്രമല്ല, പുതിയ അപകടവുമാണ്. ഒരു ആയുധം, അതിനെ കാണാനാവില്ല, കേൾക്കാനാവില്ല, നിങ്ങൾക്കറിയാവുന്നതുവരെ അതെത്തും. ഡാർക്ക് ഈഗിൾ. ഇത് അമേരിക്കയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം. Mach 5-നേക്കാൾ കൂടുതൽ വേഗതയിൽ പറക്കുന്നു. അതായത് ശബ്ദവേഗതയേക്കാൾ 5 ഇരട്ടി വേഗത. റഷ്യ, ചൈനയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഈ വേഗതയിൽ ഏത് മിസൈലിനെയും തടയാൻ കഴിവില്ല. റഡാർ സിഗ്നൽ അയക്കുന്നതുവരെ, തീരുമാനമെടുക്കുന്നതുവരെ, ബട്ടൺ അമർത്തുന്നതുവരെ ഡാർക്ക് ഈഗിൾ തന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കും. ഇതോടൊപ്പം വരുന്നത് HCM ഹൈപ്പർസോണിക് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ. സ്ക്രാംജെറ്റ് ടെക്നോളജിയോടെ പ്രവർത്തിക്കുന്നു. സ്റ്റെൽത്ത് ഡിസൈനോടെ വരുന്നു. ഇവ രണ്ടും ചേർന്ന് ഒരു അത്തരം ലോകം സൃഷ്ടിക്കുന്നു. അവിടെ പരമ്പരാഗത പ്രതിരോധ വ്യവസ്ഥകൾ പൂർണ്ണമായും പഴകിപ്പോകും. F-35 ലൈറ്റ്നിംഗ് 2 വെറും ഒരു ഫൈറ്റർ ജെറ്റ് അല്ല, ഇതൊരു പറക്കുന്ന കമ്പ്യൂട്ടറാണ്. ഇതിന്റെ സെൻസർ ഫ്യൂഷൻ സിസ്റ്റം അത്ര ആധുനികമാണ്. ശത്രുവിനേക്കാൾ മുൻപ് കാണുന്നു, മുൻപ് തീരുമാനമെടുക്കുന്നു, തന്നെ കാണിക്കാതെ ലക്ഷ്യം നശിപ്പിക്കുന്നു. പൈലറ്റിന് തോന്നും അദ്ദേഹം മുഴുവൻ യുദ്ധഭൂമിയുടെയും ഉടമസ്ഥനാണെന്ന്. 360 ഡിഗ്രി വിവരം റിയൽ ടൈമിൽ. F-35 ഒരു കിൽ സോൺ സൃഷ്ടിക്കുന്നു. അവിടെ ശത്രു അത്തരമൊരു വസ്തുവുമായി പോരാടുന്നു, അതവന് കാണാനാവില്ല പോലും. റഷ്യ, ചൈന ടോപ്പ് ജനറലുകൾ പരസ്യമായി സമ്മതിച്ചു. F-35 മൂലം തങ്ങളുടെ മുഴുവൻ എയർ ഡിഫൻസ് സ്ട്രാറ്റജി വീണ്ടും എഴുതേണ്ടി വന്നു. MQ-9
M9 റീപ്പർ ഒരു ഡ്രോൺ ആയിരക്കണക്കിന് മൈലുകൾ ദൂരത്ത് നിന്ന് നിയന്ത്രിക്കപ്പെടുന്നു. പൈലറ്റ് ഒരു എയർ കണ്ടീഷൻഡ് റൂമിലിരുന്ന് സ്ക്രീൻ കാണുകയും ലോകത്തിന്റെ ഏത് കോണിലും ഹൈ വാല്യൂ ടാർഗറ്റിനെ സ്ട്രൈക്ക് കൊടെ അവസാനിപ്പിക്കാം. ഒരു സൈനികൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്ക് പോകുന്നു. സ്ക്രീൻ മുന്നിലിരുന്ന് മിഷൻ പൂർത്തിയാക്കി വൈകുന്നേരം വീട്ടിലെത്തി കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. യുദ്ധത്തിന്റെ ഈ പുതിയ മുഖം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. കൂടാതെ ഇവയെല്ലാം കേട്ട് നിങ്ങൾക്ക് ഭാവി കൂടുതൽ ഭയങ്കരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും B-21 റൈഡർ B-2ന്റെ ഉത്തരാധികാരി 2027 ഉൽപ്പാദനം ആരംഭിക്കും. ഇത് നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ബോംബർ 100-ലധികം യൂണിറ്റുകളിൽ ഡിപ്ലോയ് ചെയ്യപ്പെടും, ആണവവും പരമ്പരാഗതവുമായ ഓപ്പറേഷനുകൾക്ക്. B-21ന്റെ ഏറ്റവും അപകടകരമായ ഫീച്ചർ എന്തെന്നാൽ ഇത് അടുത്ത 50 വർഷത്തെ യുദ്ധഭൂമിയെ ദൃഷ്ടിയിൽ വെച്ചാണ് ഡിസൈൻ ചെയ്തത്. ഇത് വെറും ഒരു ബോംബറല്ല, ഇതൊരു സന്ദേശമാണ്. അമേരിക്ക അടുത്ത അരനൂറ്റാണ്ട് വരെ ആകാശത്തിന്റെ രാജാവായിരിക്കണമെന്ന് ഉദ്ദേശ്യം. റഷ്യ, ചൈന രണ്ടും ഇതിന് ഉത്തരം തേടുന്നു. ഇനിയും കിട്ടിയില്ല, മാത്രമല്ല കിട്ടില്ലെന്നുപോലും. കാരണം അവർ B-21 ഉത്തരം തയ്യാറാക്കുന്നതുവരെ അമേരിക്ക അതിനേക്കാൾ മുന്നോട്ടു പോയ ആയുധം തയ്യാറാക്കിയിരിക്കും. ഇതാണ് അമേരിക്കൻ സൈനിക തന്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി. അവർ എപ്പോഴും ഒരടി മുന്നിലല്ല, 5 അടി മുന്നിൽ ആലോചിക്കുന്നു. അമേരിക്ക ഈ മുഴുവൻ നിധിയും B-2, MOAB, ഒഹിയോ സബ്മറൈനുകൾ, മിനിറ്റ്മാൻ 3, ഡാർക്ക് ഈഗിൾ, F-35, റീപ്പർ, B-21 ചേർത്ത് ഒരു അത്തരം ഢാളും ഖഡ്ഗവും സൃഷ്ടിക്കുന്നു. അതിന് ഉത്തരം ഇന്ന് ലോകത്ത് ആർക്കുമില്ല. ഭൂമിയിൽ, വെള്ളത്തിൽ, ആകാശത്ത്, അന്തരീക്ഷ അതിർത്തി വരെ ഓരോ മോർച്ചിലും അമേരിക്കയുടെ പിടി അത്ര ശക്തമാണ്. ഏത് വിരുദ്ധ രാജ്യവും നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഭാവനയ്ക്ക് പോലും അസാധ്യം. ഈ ആയുധങ്ങൾ വെറും യുദ്ധത്തിനായി മാത്രം തയ്യാറാക്കിയതല്ല. ഇവ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഞങ്ങളോട് ശത്രുത്വം കാണിക്കരുത്. അതുകൊണ്ടാണ് ദശാബ്ദങ്ങളായി ഏതു രാജ്യവും അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൈനയോ റഷ്യയോ എപ്പോഴെങ്കിലും ഈ തലത്തിലുള്ള നിധി തയ്യാറാക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഉത്തരം കമന്റിൽ നിർബന്ധമായും നൽകൂ. ഈ വീഡിയോ വിവരപ്രദമായി തോന്നിയെങ്കിൽ ഇപ്പോൾ